ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 11. വീട്ടിൽ വിശ്വാസ സംഭാഷണങ്ങൾ. നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. വീടിനെ പോലെ മറ്റൊരിടവുമില്ല. വീടിനെ പോലെ മറ്റൊരിടവുമില്ല. ദി വിസാർഡ് ഓഫ് ഓസിൽ ഡൊറോത്തി പറഞ്ഞ അവിസ്മരണീയമായ വരികൾ സ്റ്റാർ വാർസ് മുതൽ ദ ലയൺ കിങ് വരെയുള്ള നാം ഇഷ്ടപ്പെടുന്ന നിരവധി കഥകളിൽ കണ്ടെത്തിയ ഒരു കഥ പറയുന്ന രീതി വെളിപ്പെടുത്തുന്നു. അതറിയപ്പെടുന്നത് ഒരു ജയാളിയുടെ യാത്ര എന്നാണ്. ചുരുക്കത്തിൽ, ഒരു സാധാരണ വ്യക്തി ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. തുടർന്ന് ഒരു അസാധാരണ സാഹസികത അവതരിപ്പിക്കപ്പെടുന്നു. ആ കഥാപാത്രം വീടുവിട്ട് പരീക്ഷകളും പരീക്ഷണങ്ങളും മാത്രമല്ല, ഉപദേശകരും എതിരാളികളും കാത്തിരിക്കുന്ന മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവളോ അവനോ പരീക്ഷകളിൽ വിജയിക്കുകയും വീരശൂര പരാക്രമം തെളിയിക്കുകയും ചെയ്താൽ പറയാനുള്ള കഥകളും നേടിയ വിവേകവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതാണ് അവസാന ഘട്ടം. അവസാന ഭാഗം വളരെ നിർണായകമാണ്. ഭൂതബാധിതനായ വ്യക്തിയുടെ കഥ ജയാളിയുടെ യാത്രയുടെ സമാനമാണ്. അവസാന ഭാഗത്ത് ആ മനുഷ്യൻ യേശുവിനോട് താനും കൂടെ പോരട്ടെ എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും യേശു അവനോട് നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെല്ലുവാൻ പറയുന്നു. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ തൻ്റെ വീട്ടിൽ തന്നെ നന്നായി അറിയാവുന്ന തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി തൻ്റെ അത്ഭുതകരമായ കഥ പറയേണ്ടത് വളരെ പ്രധാനമായിരുന്നു. ദൈവം നമ്മെ വിവിധ വിധത്തിലും സാഹചര്യത്തിലുമാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മിൽ ചിലർക്ക് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങി നമ്മെ നന്നായി അറിയാവുന്നവരോട് നമ്മുടെ കഥ പറയുക എന്നത് നിർണായകമാണ്. ചിലർക്കുള്ള വിളി വീടുപോലെ മറ്റൊരിടവും ഇല്ല എന്നാണ്. ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം ആളുകളെ പറ്റി ചിന്തിക്കുക. അവരിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ആര് കേൾക്കണമെന്നാണ് മനസ്സിൽ വരുന്നത്? ആ യാത്രയുടെ ആദ്യ പടി ഏതു വിധമാണ്? ദൈവത്തിന് മഹത്വം.